ഹൈ സുഹൃത്തുക്കളെ, സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളുമായി ബന്ധപ്പെട്ട ഒരു ട്രേഡ്സ്മാൻ സിവിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണയായി അങ്ങനെ ഒരു ട്രേഡ്സ്മാൻ നോട്ടിഫിക്കേഷൻസ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ സിവിൽ ട്രേഡിൽ വരുന്നത്. ട്രേഡ്സ്മാൻ സിവിൽ എന്താണ്, ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക. 276/2025 ആണ് ഇതിന്റെ കാറ്റഗറി നമ്പർ. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ കീഴിൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ, പോളിടെക്നിക്കുകളൊക്കെ വരും. അവിടെയാണ് നമുക്ക് ജോലി കിട്ടാൻ പോകുന്നത്. ഈ ഒരു ട്രേഡ്സ്മാൻ സിവിൽ പരീക്ഷ പാസ്സായി സർവീസിൽ കയറുന്നതോടുകൂടി ട്രേഡ്സ്മാൻ സിവിൽ എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റിന്റെ പേര് എന്നുള്ളത് മനസ്സിലാക്കുക. 26,500 മുതൽ 60,700 വരെയുള്ള ഒരു സാലറി സ്കെയിലാണ്, ബേസിക് സാലറി സ്കെയിലാണ് തുടക്കത്തിൽ തന്നെ ഉള്ളതെന്ന് മനസ്സിലാക്കുക. നമ്പർ ഓഫ് വേക്കൻസികളാണ് 7 വേക്കൻസികൾ നോട്ടിഫിക്കേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 7 വേക്കൻസികൾ നോട്ടിഫിക്കേഷനിൽ തന്നെ ഉണ്ട്. അഡ്വൈസ് ഒക്കെ വരുമ്പോഴത്തേന് ഈ വേക്കൻസികളുടെ എണ്ണം കൂടുകയും ചെയ്യും. 36 വയസ്സാണ് ഇതിന്റെ ജനറൽ കാറ്റഗറിയിലെ ഏജ് ലിമിറ്റ്. അതായത് 2/1/1989 ആ ഡേറ്റ് ഉൾപ്പെടെ അതിനുശേഷം ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ ഇതിലേതെങ്കിലും ഒന്നാണ് വേണ്ടത്. പാസ് ഇൻ ടെക്നിക്കൽ ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്, അതായത് THSLC പാസ്സായ ആളുകൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഇൻ ദ സ്പെഷ്യലൈസേഷൻ ഇൻ ദ അപ്രോപ്രിയേറ്റ്, അതായത് സിവിലുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള THSLC സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്ക്, ടെക്നിക്കൽ ഹൈസ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതല്ല എങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിരിക്കണം, SSLC പാസ്സായിരിക്കണം. അതിനുശേഷം നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ എന്താ, ITI അല്ലെങ്കിൽ ITI പാസ്സായിട്ടുള്ള ഏതാ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ അല്ലെങ്കിൽ സിവിലുമായി റിലേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു ITI സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതുമല്ലെങ്കിൽ KGCE സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഇൻ എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ, KGCE സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിന് അപ്രോപ്രിയേറ്റ് ട്രേഡ്, സിവിലുമായി റിലേറ്റ് ചെയ്ത ട്രേഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ പാസ് ഇൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി VHSC പാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്, അത് പാസ്സായ ആളുകൾ അപ്രോപ്രിയേറ്റ് ട്രേഡിൽ VHSC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബേസിക്കലി ITI ലെവൽ പരീക്ഷയാണ്. KGCE സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. VHSC പാസ്സായ ആളുകളാണെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 7 വേക്കൻസികൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ ആണ്. ഒക്ടോബർ 3-ാം തീയതിയാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കേണ്ട. നിശ്ചിത യോഗ്യതയുള്ള വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഈ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ I+ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. കോഴ്സിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ I+ന്റെ കോഴ്സുമായി ബന്ധപ്പെട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റി ടീം ലീഡ് ചെയ്യുന്ന കോഴ്സ് ആയിരിക്കും നമ്മുടേത്. കൂടാതെ ഈ പറഞ്ഞ പോലെ PYQ ഡിസ്കഷൻസ്, മോക്ക് ടെസ്റ്റുകൾ ഒക്കെ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.